എന്റെ വീട്ടുകാരോട് മിഥുനേട്ട നന്നായിട്ട് സംസാരിച്ചു. താങ്ക്സ്. അയ്യേ, ഇതിനൊക്കെ എന്തിനാ താങ്ക്സ്? നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോയാലോ? എന്തിനാ? നിന്റെ വയറ്റിൽ ചെവി വെച്ച് നമ്മുടെ കുഞ്ഞിന്റെ തുടിപ്പുകൾ എനിക്ക് കേൾക്കണം. 2ാം മാസത്തില് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്സ് ഒന്നും ചെവി വെച്ച് കേൾക്കാൻ പറ്റില്ല എന്റെ മണ്ട മിഥുനേട്ടാ. ഈ ചിരി എന്നെ കൊല്ലും. നീ ഒന്ന് വന്നേ. ധ്വനി നല്ല കുട്ടിയാണെന്നും അവൾ തെറ്റായ വഴിയിലൂടെ പോയില്ല എന്നും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ ജീവിതത്തെ അത്ര സീരിയസ് ആയിട്ടല്ല അവൾ കണ്ടിരിക്കുന്നത്. പുതിയ ജനറേഷനിൽ ഒരുപാട് കുട്ടികൾ ഈസി മണി ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാ ഒരു കോടീശ്വരനെ കല്യാണം കഴിക്കാനുള്ള ധ്വനിയുടെ ആഗ്രഹം. ആ ഒരൊറ്റ അതിമോഹം കാരണം അവൾ വല്ല അബദ്ധത്തിലും ചെന്ന് ചാടുമെന്ന് എനിക്കും മാളുവിന് നല്ല പേടിയാ. ഏയ്, ധ്വനിയെ കുറിച്ച് അത്ര ആശങ്കകളൊന്നും വേണ്ട. അവള് ഭാവിയിൽ ഉയർന്നു വന്ന് വേറൊരു ലെവലാവും ചേട്ടാ. എങ്ങനെ ഉയരാനാ? PSC കോച്ചിങ്ങിന് കൊണ്ടുവിട്ടിരിക്കുന്നത് എന്റെ എന്തോ ആവശ്യം പോലെ അവള് കാണുന്നത്. ഇതുവരെ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നോട്ട് എഴുതുന്നതോ ബുക്ക് വായിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. അവളെ സംബന്ധിച്ചിടത്തോളം കോച്ചിങ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്നും പുറത്ത് ചാടാനുള്ളൊരു മാർഗം മാത്രമാണ്. പിന്നെ എങ്ങനെയാ അവൾ വേറെ ലെവലിലേക്ക് ഉയരുന്നത്? അതൊക്കെ ഏട്ടന്റെ വെറും തെറ്റിദ്ധാരണയാ. ധ്വനി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഏട്ടൻ കണ്ടിട്ടില്ലല്ലോ. ഓ, എന്നാ ഒരു ക്യൂരിയോസിറ്റി ആണെന്ന് അറിയൂ. പലപ്പോഴും അവളുടെ ഡൗട്ട്സിന് മുന്നില് ടീച്ചേഴ്സ് പോലും പകച്ചു നിന്ന് പോകാറുണ്ട്. അല്ല, എന്റെ അനിയത്തി ധ്വനിയെ കുറിച്ച് തന്നെയല്ലേ താൻ പറയുന്നത്? അതെ ചേട്ടാ, ഞാനും അവളും ഒക്കെ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം പഠിക്കുന്നവരാ. ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ടാ അപ്പൊ തന്നെ ബ്രെയിനിന്റെ പല ഭാഗങ്ങളിൽ ചറപറാന്ന് സ്റ്റോർ ആവും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ബുക്ക് തുറന്നു നോക്കേണ്ട ആവശ്യം പോലും വരാറില്ല. പരീക്ഷ ഹാളിലേക്ക് ചെല്ലുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, ചറപറാന്ന് ആൻസേഴ്സ് എഴുതുന്നു, ടപ്പ് ടിപ്പ് ടുപ്പ്. എന്നിട്ട് ഇതുവരെ എത്ര PSC റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേര് വന്നു? കഴിഞ്ഞ LD ക്ലർക്ക് ടെസ്റ്റിനെ കട്ട് ഓഫ് മാർക്ക് 62 ആയിരുന്നു. ധ്വനിക്ക് കിട്ടിയതേ 12 മാർക്കാ. എനിക്ക് 16 കിട്ടി. തന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. കുടുംബം നോക്കാൻ പെടാപ്പാട് പെടുന്നതിനിടയിൽ പഠിക്കാനൊന്നും സമയം കിട്ടിക്കാണില്ല. അല്ല, ഈ അവസ്ഥയിലൂടെയൊക്കെ ഞാനും കടന്നു വന്നവനാ. എന്നെ മനസ്സിലാക്കുന്ന ഒരു ഏട്ടൻ എനിക്ക് കിട്ടി. ഞാൻ കൃതാർത്ഥനായി ഏട്ടാ, കൃതാർത്ഥനായി. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതിനിടയിൽ തനിക്ക് തള്ളിമറിക്കാനുള്ള വിഷയങ്ങളും കണ്ടുപിടിക്കണമല്ലോ. അതെ, ധ്വനിയുടെ കാര്യത്തിൽ തള്ളണ്ട. അവളെ തന്നേക്കാൾ കൂടുതൽ നന്നായി എനിക്കറിയാം. അതുകൊണ്ട് അതിന്റെ ടെൻഷനും. അവളെ കുറിച്ച് ഓർത്ത് ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട. ഈ അവസ്ഥയൊക്കെ മാറും. നമ്മുടെ ധ്വനി വലിയ ആളാവും. ആരും നിന്ന് കോടീശ്വരനെ അളിയനാക്കാൻ ഏട്ടൻ തയ്യാറെടുത്തോ? അവളെ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാ ഞാൻ തന്റെ സഹായം തേടിയത്. എന്നിട്ട് താൻ അവളെ സപ്പോർട്ട് ചെയ്യണം. ആര്യന്റെ കാര്യത്തില് ധ്വനി ഏതാണ്ട് സക്സസ് ആയി നിൽക്കുക. ഈ സമയത്ത് അവളെ പിന്തിരിപ്പിക്കുന്ന മോശമല്ലേ? എന്റെ അനിയത്തിയെ പോലെ തന്നെ തന്റെ കിളിയും പോയോ? നിന്നോടൊക്കെ സഹായം ചോദിച്ചു വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്നെ മാത്രം പറഞ്ഞാൽ മതി. അല്ല, ഞാൻ പറയട്ടെ, പറഞ്ഞു തീർന്നില്ല. ഞങ്ങളുടെ പ്ലാൻ അതല്ലെന്ന്. വേണ്ട, നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? എങ്ങോട്ടാ? ഇങ്ങോട്ടാ. ഏട്ടാ, ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. ചേട്ടാ, ഏട്ടാ പോയാ ചേടാ, ഞാൻ പറഞ്ഞാലെന്ന് അവളനുസരിക്കത്തില്ല. പിന്നെ ഞാനെന്ത് ചെയ്യും? തെളിക്കുന്ന വഴിയെ പോകാത്ത മാടിനെ പോകുന്ന വഴി തെളിച്ചു കൊടുക്കും. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാകത്തില്ല. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ആ സത്യവതി കരുതണം. താൻ അങ്ങോട്ട് വരണ്ട. എന്നാലും തട്ടിക്കൊണ്ടുപോക്കുന്നൊരു പഞ്ച് വരും. അവൾ ഡാഡിയെ വിളിച്ച് എന്നെ കിഡ്നാപ്പ് ചെയ്ത വിവരം പറയും. അത് കഴിഞ്ഞ് ഡാഡിയെ ഭീഷണിപ്പെടുത്താൻ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചോളും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 1 കോടി രൂപ എൻ്റെ കയ്യിൽ. നമ്മളിത് നടത്തു വരും സാറേ. ഓക്കെ.
സത്യവതി ഇരിക്കേ, എന്തിനാ നിക്കണേ? താങ്ക്സ്. ആറ്റിന് ഇതൊന്ന് ചെക്ക് ചെയ്യേ. ആ